ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ്. മക്കളെ, നമ്മുടെ 7th ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വിവേചനത്തിനെതിരെ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നമ്മുടെ ദക്ഷിണാഫ്രിക്ക എങ്ങനെയാണ് കോളനിവൽക്കരിക്കപ്പെടുന്നത്, അതുപോലെ ആരായിരുന്നു ഭൂവർമാർ, അതുപോലെ ഈ കോളനിവൽക്കരണം ഭൂവർമാരെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, എന്തായിരുന്നു ഗ്രേറ്റ് ട്രക്ക്, അതുണ്ടാവാനുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻസ് ദക്ഷിണാഫ്രിക്കയിലേക്ക് അട്രാക്റ്റഡ് ആവാൻ കാരണം എന്താ നോക്കാം. അതൊന്നുമല്ല, നമ്മുടെ സൗത്ത് ആഫ്രിക്ക അല്ലെ, ദക്ഷിണാഫ്രിക്കയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ നോക്കിക്കോ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അതായത് സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്താണ്, ഒരുപാട് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിശാലമായ തീരപ്രദേശം അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ അല്ലെ, അതായത് ബ്രോഡ് കോസ്റ്റൽ ലാൻഡ്സ്, വാസ്റ്റ് പ്ലെയിൻസ്, അതായത് സമതലങ്ങൾ, പ്ലാറ്റ്യൂസ്, പീഠഭൂമികൾ, മൗണ്ടെയിൻസ്, ദെൻ ഗ്രേറ്റ് റിവേഴ്സ്, വാട്ടർഫോൾസ്, ഇങ്ങനെ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. അതുകൂടാതെ യൂറോപ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കാരണം എന്ന് പറയുന്നത് ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, അതായത് ഖനികളിൽ നിന്നും അതുപോലെ ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലുമുള്ള നമ്മുടെ ആഫ്രിക്കക്കാരുടെ സമ്പത്ത്, അതുപോലെ കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് അഥവാ ഹ്യൂമൻ റിസോഴ്സസ്, ഇതൊക്കെയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് യൂറോപ്യൻസിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്ക എങ്ങനെയാണ് കോളനിവൽക്കരിക്കപ്പെട്ടത്. ഹൗ വാസ് സൗത്ത് ആഫ്രിക്ക കൊളോണൈസ്ഡ്, എങ്ങനെയായിരുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ്, ആദിമ നിവാസികൾ എന്ന് പറയുന്നത് സാൻഗോസ ആയിരുന്നു. മക്കളത് പഠിച്ചു വെച്ചോ. സാൻഗോസ, ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറന്നു പോകണ്ട. സാൻഗോസ എന്ന് പറയുന്നവരായിരുന്നു ഇവിടെ ആദ്യമായിട്ട് ആദിമ നിവാസികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഏകദേശം എന്ന് പറയുന്ന സമയത്ത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും നമ്മുടെ യൂറോപ്യൻസ് ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് 17ാം നൂറ്റാണ്ടായപ്പോഴേക്കും എന്താണ്, ഡച്ചുകാർ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തുന്നു. യൂറോപ്യൻസ് അല്ലെ, ഡച്ചുകാർ അവര് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തുന്നു. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കോളനി ആയിരുന്നു കേപ്പ് കോളനി. കേപ്പ് കോളനി കേട്ടോ, അതായത് അവിടുത്തെ മേജർ കോളനി ആയിരുന്ന കേപ്പ് ടൗൺ. കേപ്പ് ടൗൺ ആരുടെ കൺട്രോളിലായി, ഡച്ചുകാരുടെ കൺട്രോളിലാവുന്നു. മേജർ കോളനിയാണ്, ഡച്ചുകാരുടെ കൺട്രോളിലായിട്ടോ. ദെൻ ബ്രിട്ടൻ വരുന്നു. എപ്പോ 18th സെഞ്ചുറിയിൽ ബ്രിട്ടൻ എന്താണ്, സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തുന്നു. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡച്ചുകാരുടെ കൺട്രോളിലായിരുന്ന ആ കേപ്പ് കോളനിയില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ബ്രിട്ടൻ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കോ, ശരിക്കും ഈ ദക്ഷിണാഫ്രിക്കയില് യൂറോപ്യൻ കോളനിവൽക്കരണത്തിലുള്ള പ്രധാന കാരണം എന്താ അറിയോ, ഒന്നുമില്ല. ഇതാ നോക്കിക്കോ, ദ യൂറോപ്യൻസ് കൊളോണൈസ് സൗത്ത് ആഫ്രിക്ക ടു അക്വയർ മോർ ലാൻഡ് കൈക്കലാക്കുക. ദെൻ ക്യാപ്ചർ ദ ഇമൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയുടെ വെൽത്ത് കൈക്കലാക്കുക. എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ ദ അതർ യൂറോപ്യൻ കൺട്രീസ് അല്ലെ, മറ്റു യൂറോപ്യൻ കൺട്രീസിന്റെ മേൽ എന്താണ് സുപ്രീമസി അല്ലെ, അല്ലെങ്കിൽ എന്താണ് ആധിപത്യം കാണിക്കുക, അല്ലെങ്കിൽ അവരെന്താണ് കൺട്രോളിലാക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ആൻഡ് യൂസ് ഇറ്റ് എന്താണ് ടെമ്പററി ഹാൾട്ട് ഓഫ് ദ ജേർണി ടു ഏഷ്യൻ കോണ്ടിനെന്റ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ, അതായത് നമ്മുടെ യൂറോപ്യൻസിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് അട്രാക്ട് ചെയ്തത്. ഇതൊക്കെയാണ് മെയിനായിട്ട് വെൽത്ത്, നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലുള്ള വെൽത്ത് തന്നെയാണ് ഇവരെ അട്രാക്ട് ചെയ്തത്. അപ്പോൾ ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ, മിസ് പറഞ്ഞില്ലേ, ഈ ഭൂവർമാരെ ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം, ഒരു കൺട്രിയുടെ മേലെ മറ്റൊരു കൺട്രി എന്താണ്, സാമ്പത്തികമായിട്ട്, സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഒക്കെ ആധിപത്യം കാണിക്കുന്നതാണ് ആ ഒരു കൊളോണൈസേഷൻ എന്ന് പറയുന്നത്, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഈ ഭൂവർമാർ ഈ കോളനിവൽക്കരണം എങ്ങനെ എഫക്ട് ചെയ്തെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ കേപ്പ് കോളനി ആദ്യം കൺട്രോളായത് ഡച്ചുകാരുടെ അല്ലേ, ഡച്ചുകാർ നിന്ന് ബ്രിട്ടൻ അത് കൈക്കലാക്കി. എന്നിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തു എന്നറിയോ, ബ്രിട്ടൻ അവിടെ കുറച്ച് നയങ്ങൾ അങ്ങ് നടപ്പിലാക്കുക. നോക്കിക്കോ, അതായത് ഭൂവറുകൾ എന്ന് പറയുന്നത് ആദ്യം ഓർത്ത് വെക്കുക. യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയിട്ടുള്ള യൂറോപ്യൻസിന്റെ തന്നെ എന്താണ് പിന്മുറക്കാരാട്ടോ, അതായത് ഡിസെൻഡൻസ് ആണ് കേട്ടോ. അതായത് ഇവരുടെയൊക്കെ പിന്മുറക്കാരാണ് ഭൂവറുകൾ എന്ന് പറയുന്നത്. അതായത് ഫ്രാൻസ്, നെതർലാൻഡ്, ജർമ്മനി, ഈ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ഭൂവർവർ. ഭൂവർ എന്ന് പറയുന്നത് കൃഷിക്കാരൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. അതായത് ഡച്ച് പദത്തിന് എന്താണ് ഇതിൽ അർത്ഥം വരുന്നത്, ഭൂവറുകളുടെ അർത്ഥം വരുന്നത് വെച്ചാൽ കൃഷിക്കാരൻ എന്നാണ്. ഈ ഭൂവർമാരെ എങ്ങനെയാണ് കോളനിവൽക്കരണം എഫക്ട് ചെയ്തെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മിസ് പറഞ്ഞില്ലേ, അതായത് ഡച്ചുകാരുടെ കൺട്രോളിലായിരുന്ന കേപ്പ് കോളനി ബ്രിട്ടൻ പിടിച്ചെടുത്തു. ബ്രിട്ടൻ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടെ കുറച്ച് പോളിസീസ്, കുറച്ച് നയങ്ങൾ നടപ്പിലാക്കുന്നു. അവിടെ എന്താക്കി,
ബ്രിട്ടന്റെ ഇംഗ്ലീഷ് എന്താണ് ഏകഭാഷയാക്കി മാറ്റി. ഇംഗ്ലീഷ് വാസ് മെയ്ഡ് ദ സോൾ ലാംഗ്വേജ് ഓഫ് കേപ്പ് കോളനി. ദെൻ 19th സെഞ്ച്വറിന്റെ മിഡായ സമയത്ത്, പകുതിയായ സമയത്ത് എന്താണ് ബ്രിട്ടൻ എന്ത് ചെയ്തു? യെസ്, അബോളിഷ് ചെയ്തു സ്ലേവറി, അടിമത്തം അബോളിഷ് ചെയ്തു. ബിക്കോസ് എന്താ, ഈ ഭൂവർമാര് നമ്മുടെ അടിമകളെ കൊണ്ട് ജോലി എടുപ്പിച്ചവരായിരുന്നു. ഈ ഭൂവർമാര് കൃഷി ചെയ്യിപ്പിച്ചവരായിരുന്നു ഭൂവർമാര്. അപ്പോൾ ബ്രിട്ടൻ എന്താണ് കേപ്പ് കോളനിയിൽ ഇതങ്ങ് അബോളിഷ് ചെയ്തില്ലേ? അത് ആരെ എഫക്ട് ചെയ്തു? യെസ്, അത് എഫക്ട് ചെയ്തു, ബൂവർമാരെ എഫക്ട് ചെയ്തു അല്ലേ? അപ്പൊ നോക്കിക്കോ, യെസ്, ദിസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ ബൂവർ ഹൂ യൂസ്ഡ് ടു സ്ലേവ് ടു കൾട്ടിവേറ്റ് ദെയർ ലാൻഡ്. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇതെന്താണ് പ്രതികൂലമായിട്ട് ബാധിച്ചു. അങ്ങനെയാണ് ഗ്രേറ്റ് ട്രക്കിലേക്ക് എത്തുന്നത്. ഓക്കെ, അതായത് ബ്രിട്ടൻ നടപ്പിലാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ പോളിസീസിനെ എതിർത്തുകൊണ്ട്, അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേപ്പ് കോളനിയിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക്, ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയിട്ടുള്ള പലായനമാണ്. ഓക്കെ, ട്രെക്കാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രിട്ടൻ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു നയങ്ങളിലെ ഈ ഒരു പോളിസീസിനെ, അതായത് ഈ സച്ച് പോളിസീസിനെ എതിരെ അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള അല്ലെ ബൂവറുകൾ നടത്തിയിട്ടുള്ള എവിടെ വെച്ച് കേപ്പ് കോളനിയിൽ നിന്നും യെസ് എങ്ങോട്ടേക്കാടാ? യെസ്, നോക്കിക്കോ, ദ ഗ്രേറ്റ് ട്രെക്ക് ഈസ് ദ എക്സോഡസ് ഓഫ് ബൂവർ to the interior areas of South Africa to escape from such policy introduced by British. അതായത് നമ്മുടെ ഉൾപ്രദേശങ്ങളിലേക്ക് അല്ലേ, കേപ്പ് കോളനിയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള ആ ഒരു പലായനമാണ് എന്താ ഗ്രേറ്റ് ട്രെക്ക് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്ന കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മക്കളെ നിങ്ങൾ യെസ്, ഇപ്പം നിങ്ങൾ എക്സാം പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ മറന്നു പോകണ്ട, നമ്മുടെ യെസ് 8ാം ക്ലാസ്സിലേക്കുള്ള അല്ലേ, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്കുള്ള യോധ ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ പഠിച്ചു തുടങ്ങണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ യോധ ബാച്ച്. നമുക്ക് ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്നിങ്ങനെ ബാച്ചുകളുണ്ട് കേട്ടോ. അതായത് നമ്മളെ ബേസ് പ്ലാനിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലും റിവിഷനും ഒക്കെ കിട്ടും. അതുപോലെ ഇൻഫിനിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേൾ വീഡിയോസിൻ്റെ ആക്സസ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ മൂന്നായിട്ടുണ്ട്. ഇൻഫിനിറ്റി പ്രോ, അതിലേക്ക് ഫാൽക്കണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മാർച്ച് 20 മുമ്പ് നിങ്ങൾ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾ ജോയിൻ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ ആദ്യം പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന 5 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും മറക്കേണ്ട, നമ്മൾ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് വന്നോളൂ കേട്ടോ. ബൈ ഗായ്സ്.